ഹലോ ഗായ്സ്, അപ്പോൾ ഓണമൊക്കെ അല്ലേ, നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കായ വറുക്കുന്നത് കണ്ടാലോ? വായോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് നല്ല പച്ചക്കായാണേ. അതിനെ നമ്മളിങ്ങനെ പീൽ ചെയ്തിട്ട് ക്ലീൻ ആക്കി വെക്കണം. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് കറയൊക്കെ നമ്മുടെ കയ്യിലൊക്കെ പറ്റും, അതൊന്നും നമ്മൾ മൈൻഡ് ആക്കണ്ട. അപ്പോൾ അത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിനകത്ത് ഇട്ട് വെക്കണേ, എന്നാലേ അതിൻ്റെ കറ പോകത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങനെ തിന്നായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് ആ മഞ്ഞൾ വെള്ളത്തിനകത്തോട്ട് തന്നെ ഇടണം. അത് നല്ല കട്ടി കുറഞ്ഞ് ചെയ്യുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്, നല്ല ക്രിസ്പി ആവത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ ഈ മഞ്ഞൾ വെള്ളത്തിനകത്തുനിന്ന് ഒരു സ്ട്രെയിനറിനകത്തോട്ട് മാറ്റി വെക്കാം. അതിൻ്റെ ആ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം സെപ്പറേറ്റ് ആക്കി വെച്ചതിന് ശേഷം നമുക്കിത് പയ്യെ പയ്യെ എണ്ണയ്ക്കകത്തോട്ട് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആക്കിയിട്ടിടാം. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമ്മൾക്ക് മാറ്റി 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 സെപ്പറേറ്റ് ആക്കി ഇടാം. അതിന് ശേഷം നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇടാം. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു ചെറിയൊരു മഞ്ഞ കളറ് വരാൻ വേണ്ടിയിട്ടാണ്. ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് മഞ്ഞൾ പൊടി ഇട്ടാലും മതി. അത് നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചൂട് കായ വറുക്കുന്നതൊക്കെ ഇങ്ങനെ എടുക്കാൻ റെഡിയായി കിട്ടും. അപ്പോൾ നല്ല ക്രിസ്പി ആകുന്നവരെ നമ്മളത് മൂപ്പിച്ചെടുത്തിട്ട് ഇങ്ങനൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഉപ്പ് വെള്ളം ഇതിനകത്തോട്ട് തളിച്ചു കൊടുക്കാം. അപ്പം നമ്മളിവിടെ പിങ്ക് സോൾട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും മിക്സ് ആവാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ആ ഉപ്പെല്ലായിടത്തും ഒന്ന് ചെല്ലും. അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള കാ വറക്കുന്നത് കഴിക്കാൻ റെഡിയാവും. അപ്പോൾ ആ സൗണ്ട് ഒന്ന് കേട്ട് നോക്കിയാലോ.